ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ത്രീ ഫേസ് ഡി ബിയിൽ ത്രീ ഫേസ് കണക്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് സെലക്ടർ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതായത് 3 സെലക്ടർ വരുന്നുണ്ട്. ഈ സെലക്ടർ എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് 3 കണക്ഷൻസാണ് ഈ വന്നിരിക്കുന്നത്, 3 സെലക്ടറാണ് വന്നിരിക്കുന്നത്. 3 ഫേസ് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ നോക്കുക. 63 ആംസാണ് ഇതിൻ്റെ വരുന്നത്. 440 വോൾട്ടേജ് വരുന്നുണ്ട്. 63 ആംസ് വരെ നമുക്ക് മാക്സിമം ഇതിലിത് കണക്ട് ചെയ്യാം. L&Tയുടെ മോഡലാണ് വന്നിരിക്കുന്നത്. വി ഗാർഡിൻ്റെ ഡി ബി ആണ്. ഡി ബിയിൽ L&Tയുടെ ഹൈ ക്വാളിറ്റി സെലക്ടറുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലിങ്കിങ് കാര്യങ്ങളൊന്നും നോക്കാം. ഇൻപുട്ട് സെക്ഷൻ വരുന്നത്, അതായത് ആദ്യം ഡി ബിയിലേക്ക് നമ്മുടെ ഔട്ട് വരുന്നത് ELCB ഉണ്ട്. ELCBയുടെ ഔട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. RYB എന്ന് പറയുന്ന 3 ഫേസാണ് ഇതിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. RYB റെഡ്, യെല്ലോ, ബ്ലൂ എന്ന് പറയുന്ന കണ്ടോ ആ സെലക്ടറിലേക്ക് വന്നു. ആ സെലക്ടറിൽ നിന്ന് എല്ലാ സെലക്ടറുകളിലേക്കും 3 ഫേസും എല്ലാ സെലക്ടറിലേക്കും പോകുന്നുണ്ട്. കണ്ടോ ഒരു കറുത്ത ഷീൽഡ് കൊടുത്തതിനുണ്ടോ, അതിൻ്റെ അകത്ത് കോപ്പർ മെറ്റീരിയലാണ് വരുന്നത്, അല്ലെങ്കിൽ ആ മെറ്റീരിയലാണ് വരുന്നത്. വയറിനും പകരമായിട്ട് ഹൈ ആംബിയർ ആയതുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഉണ്ടാവും റോട്ടറി സ്വിച്ചാണ് വരുന്നത്. ഇതെല്ലാം തന്നെ റോട്ടറി സ്വിച്ചുകളാണ്. നമുക്ക് ഓരോ സെലക്ടറിൽ 3 ഫേസ് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ഫേസ്, രണ്ടാമത്തെ ഫേസ്, മൂന്നാമത്തെ ഫേസ്. ഇങ്ങനെ 3 ഫേസ് നമുക്ക് ഈ പറയുന്ന 3 സെലക്ടറിൽ നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും. അത് കോമൺലി നമ്മൾ കൊടുക്കുന്നത് റെഡ്, യെല്ലോ, ബ്ലൂ അങ്ങനെ 3 ഫേസുകളാണ് നമ്മൾ ഔട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ബ്ലൂ, അതായത് ബി എന്ന് പറയുന്നത് RYB എന്ന് പറയുന്ന ബി ആണ് വരുന്നത്. ഇത് യെല്ലോ ആൻഡ് വൈ ആണ് വരുന്നത്. അത് റെഡ് ആണ് വരുന്നത്. ഇതിൻ്റെ ഔട്ടുകളെല്ലാം നോക്കുക. ഈ സെലക്ടറിൻ്റെ ഔട്ട് വരുന്നത് ഉണ്ടോ, ആ മുകളിലുള്ള സെലക്ടറിൻ്റെ ഔട്ട് വരുന്നത് റെഡ് എന്ന് പറയുന്ന ഒറ്റ വയറാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ 3 ഫേസിൽ നമ്മൾ എടുക്കേണ്ടത് റെഡ് എന്ന് പറയുന്ന ഫേസാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 3 ഫേസിൽ ഒരു ഫേസ് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തു. രണ്ടാമത്തേൽ വരുന്നത് വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ സെലക്ടറിൽ വൈ എന്ന് പറയുന്ന ഫേസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ടിൽ വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തേലും ബ്ലൂ ബി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൂന്നാമത്തെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് നമ്മൾ 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് കട്ടാക്കിയാലും കട്ടായി തന്നെ വരിക, KCB ഇല്ലയെന്ന് വരിക. നമുക്ക് ബാക്കി 2 ഫേസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് 3 ഫേസ് കണക്ഷൻ്റെ തന്നെ ഏറ്റവും വലിയ ഗുണം. 3 കണക്ഷനിൽ ഏതെങ്കിലും ഒരു കണക്ഷൻസ് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതായത് 3 കണക്ഷൻ ഓൾറെഡി നമ്മൾ എടുത്തു എന്നായിരിക്കും. 3 ഫേസ് കണക്ഷൻ നമ്മളെടുത്തു. 3 ഫേസ് ഉണ്ടെങ്കിൽ നമുക്ക് 3 ഫേസ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഫേസോ ഉള്ളെങ്കിൽ കൂടി ആ ഒരു ഫേസ് 3 ഫേസിലേക്ക് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മുടെ കറണ്ട് എപ്പോഴും നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ളവർക്ക് 3 ഫേസ് കണക്ഷൻ തന്നെയാണ് എടുക്കുന്നത്. 3 ഫേസും വളരെ ചുരുക്കമായിട്ടാണ് ഒന്നിച്ച് കട്ടായി പോകുന്നുള്ളൂ. ഇതിപ്പോൾ ഇൻഡിക്കേറ്റർ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ഔട്ടിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഇൻഡിക്കേഷൻസ് കോമണായിട്ട് ന്യൂട്രലെല്ലാം കോമൺ ആയിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫേസിൻ്റെ ഔട്ടിൽ നിന്നാണ് ഓരോ സെലക്ടറിൻ്റെ ഔട്ട് വരുന്ന അതിൽ നിന്നാണ് ആ ഇൻഡിക്കേറ്റർ സ്വിച്ചുകൾ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് മീറ്റർ ബോക്സ് KCB